അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 91-ാമത്തെ അധ്യായമായ സൂറത്തു ഷംസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തു ഷംസിലെ അവസാന ഭാഗത്തെ 3 സൂക്തങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. സമൂദ് ഗോത്രത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. അവർ വളരെ പുരാതനമായ ഒരു ഗോത്രമായിരുന്നു. ഹിജ്ർ അല്ലെങ്കിൽ മദായിന സ്വാലിഹ് എന്ന പ്രദേശത്താണ് അവർ വസിച്ചിരുന്നത്. അതിസമ്പന്നരായിരുന്നു. കൃഷിയായിരുന്നു മുഖ്യ തൊഴിൽ. കന്നുകാലികൾ വളർത്തിയിരുന്നു. അവർ പാറകൾ വെട്ടിപ്പണിത് വീടുകൾ പണിതു. പാറയ്ക്കകത്ത് വീടുകൾ പണിതു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഇന്നും നമുക്ക് ആ പ്രദേശങ്ങളിൽ ചെന്നാൽ അവരുടെ വീടുകളുടെയും ശവകുടീരങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. യുനെസ്കോ അവരുടെ പൈതൃക പട്ടികയിൽ ഈ പ്രദേശത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോർദാനിലെ പെട്ര കേട്ടിട്ടില്ലേ? ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഗണിക്കപ്പെടുന്ന പെട്ര. അതൊക്കെ നെബാത്തിയൻസ് എന്ന വിഭാഗമാണ് ആളുകളാണത് ചെയ്തത് എന്നാണ്. വളരെ സുന്ദരമായ ശില്പഭംഗിയുള്ള കെട്ടിടങ്ങളാണ് അവിടെയുള്ളത്. ഇതേപോലെ ഈ സമൂദ് ഗോത്രം മദായിന സ്വാലിഹിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരിലേക്ക് വന്നു, സ്വാലിഹ് അലൈഹിസ്സലാം. അവർക്കുള്ള ദൈവിക ദൃഷ്ടാന്തമായിട്ട് ഒരു ഒട്ടകത്തെ അവതരിപ്പിച്ചു. ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത, ഒരു ദിവസം ആ നാട്ടിലെ ജലാശയത്തിലെ വെള്ളം, അവർ കുടിക്കാനെടുക്കുന്ന വെള്ളം അതിന് കുടിക്കാനുള്ളതാണ്. അടുത്ത ദിവസം നാട്ടുകാർക്കും വെള്ളം ഉപയോഗിക്കാം എന്നായിരുന്നു സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്. പക്ഷേ അവരിലെ ധിക്കാര മനസ്സ് അതിനൊന്നും അനുവദിച്ചില്ല. അങ്ങനെ അവരിലെ അങ്ങേയറ്റം അക്രമിയായ ഒരാൾ രംഗത്ത് വന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറയാണ്, ഫഖാല ലഹും റസൂലുള്ളാഹ്. ഫഖാല അപ്പോൾ പറഞ്ഞു, ലഹും അവരോട്, റസൂലുള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അവിടെ റസൂലുള്ള ആരാണ്? സ്വാലിഹ് അലൈഹിസ്സലാമാണ്. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ള എന്ന് വിളിക്കുന്നു അല്ലേ? ഖുർആനിൽ ആ നിലക്ക് വന്നിട്ടുണ്ടല്ലോ. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹ്ഹറ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ റസൂലുള്ള എന്ന് പറഞ്ഞത് സ്വാലിഹ് അലൈഹിസ്സലാമിനെ കുറിച്ചാണ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളൊരു പദവിയാണ്. എന്താണ് സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്? നാഖത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ് പറഞ്ഞത്. നാഖത്ത് പെണ്ണൊട്ടകമാണ്. സാധാരണ ഒട്ടകത്തിന് ജമൽ എന്ന് പറയും അല്ലേ? അതിൽ നിന്നായിരിക്കണം ഇംഗ്ലീഷിൽ കാമൽ എന്നുള്ള വാക്കുണ്ടായത്. അതുപോലെ വേറെയും ഒരുപാട് വാക്കുകൾ. ഇബിൽ എന്ന വാക്കില്ല, അഫ്ലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഖുറാനിൽ തന്നെ 20ഓളം പദങ്ങൾ ഒട്ടകത്തിന് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ വാക്കുകൾ വന്നതായിട്ട് കാണും. ഇവിടെ പെണ്ണൊട്ടകം എന്ന അർത്ഥത്തിലാണ് നാഖത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പം നാഖത്ത് അല്ലാ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പറഞ്ഞാലോ, ആ ഒട്ടകത്തെ ഒന്നും ചെയ്യരുത് എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് സ്വാലിഹ് അലൈഹിസ്സലാം വിളിച്ചു പറയാണ്. അവരതിനെ കൊല്ലാൻ പോവാണ്. നാഖത്തല്ലാ വസുഖിയാഹ. സുഖിയ എന്ന് പറഞ്ഞാലോ ജലപാനം എന്നാണ്, വെള്ളം കുടിക്കുക. അതിൻ്റെ വെള്ളം കുടി, അതിൻ്റെ ജലപാനം നിങ്ങൾ തടയരുത്. അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ വധിക്കരുത്, അതിൻ്റെ ജലപാനത്തെ നിങ്ങൾ തടയരുത് എന്നാണ് സ്വാലിഹ് അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ് പറഞ്ഞത് അല്ലേ?
അതും വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. അള്ളാഹുവിലേക്ക് കണക്റ്റ് ചെയ്തിട്ടൊരു കാര്യം പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനാൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അത് യഥേഷ്ടം വെള്ളം കുടിക്കട്ടെ, നിങ്ങൾക്കതുകൊണ്ട് പ്രയാസമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവരെന്താ ചെയ്തത്? ഫകദ്ദബൂഹു ഫഅഖറൂഹ. ഫകദ്ദബൂഹു, അവർ അദ്ദേഹത്തെ കളവാക്കി, സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ കളവാക്കി പരിഹസിച്ചു. നീ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോളൂ, ഞങ്ങളതൊന്നും അനുസരിക്കാൻ സന്നദ്ധരല്ല. ഫകദ്ദബൂഹു എന്നിട്ട് അഖറൂഹ, അഖറ അറുത്തു കളഞ്ഞു എന്നാണ്, അറുകൊല ചെയ്തു. അതിനാണ് അഖറ എന്ന വാക്ക് ഉപയോഗിക്കുക. നഹറ ബലി നൽകി എന്നാണ്. നമ്മൾ സൂറത്തുൽ കൗസറിൽ പഠിച്ചില്ലേ, വൻഹർ, നഹറ, ലഹ എന്നൊക്കെ പറഞ്ഞാൽ ദൈവപ്രീതിക്ക് വേണ്ടി ബലി നൽകുക എന്നുള്ള അർത്ഥം. അഖറ എന്ന് പറയുമ്പോൾ അതിനെ അറുകൊല ചെയ്തു, ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫകദ്ദബൂഹു ഫഅഖറൂ, അദ്ദേഹത്തെ കളവാക്കി, എന്നിട്ട് അവർ അറുത്തു കളഞ്ഞു, അതിനെ, ആ ഒട്ടകത്തെ അവർ അറുക്കുകയും ചെയ്തു. ഫകദ്ദബൂഹു ഫഅഖറൂഹ. അങ്ങനെ എന്തായി? ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. ദംദമ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു തആല ശിക്ഷ ഇറക്കി. ദംദമ, 2 അക്ഷരങ്ങൾ ആവർത്തിക്കുകയാണ് അല്ലേ? ഏതുപോലെ നമ്മൾ പഠിച്ചില്ലേ, സൽസല, വസ, ഇതേപോലുള്ളൊരു വാക്കാണ് ഫദംദമ. അപ്പോൾ ഇങ്ങനെ തുടരെ തുടരെ അവർക്ക് മേൽ ശിക്ഷ വന്നു, അവർ നശിച്ചു എന്നുള്ള അർത്ഥമാണ്. ഫദംദമ അലൈഹിം, അവരെ അവൻ നശിപ്പിച്ചു കളഞ്ഞു. റബ്ബുഹും, അവരുടെ റബ്ബ് നശിപ്പിച്ചു. എന്താ റബ്ബ് എന്ന് പറയാൻ കാരണം? റബ്ബ് രക്ഷകനാണ്. പക്ഷേ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അതേ രക്ഷകൻ തന്നെ അവരുടെ ശിക്ഷകനായിട്ട് മാറി എന്നുള്ളതാണ്. എന്താ കാരണം? ബിദംബിഹിം, അവരുടെ പാപത്താൽ ആണ് അവരെ നശിപ്പിച്ചത്. അങ്ങനെ അങ്ങനെ സവ്വാഹ, സവ്വായുസവ്വി, നമ്മൾ നേരത്തെ പഠിച്ചു, ചൊവ്വാക്കുക, അതുപോലെ സന്തുലിതമാക്കുക, ബാലൻസ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നറിയോ? അവരങ്ങനെ തന്നെ നിലംപരിശാക്കി എന്നാണ്. ഭൂമിയോട് ഒട്ടിപ്പോകുന്ന അവസ്ഥയിൽ അവർ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി കളഞ്ഞു എന്നാണ്. ഈത്തപ്പന തടി പോലുള്ള മനുഷ്യന്മാരാണ്. അവരങ്ങനെ തന്നെ മറിഞ്ഞു വീണ് നശിച്ചു പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്? അവർ പാറ തുരന്നിട്ട് അതിൻ്റെ അകത്ത് നല്ല ബെഡ്റൂമുകളും അതുപോലെ തന്നെ നല്ല നല്ല കിടപ്പറകളും ഗോവണികളും ഷെൽഫുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് സുന്ദരമായിട്ട് അവിടെ ജീവിക്കാൻ. ഇനി പടച്ചോന് പോലും ഇതിനകത്ത് വന്ന് നമ്മെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് അവർ കരുതിയത്. പക്ഷെ അള്ളാഹു എന്താ ചെയ്തതെന്നറിയോ? അവരുടെ ആ കോട്ടകൊത്തളങ്ങൾക്കുള്ളിൽ ഭയങ്കരമായ ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദത്താൽ അവർ ചെകിട് പൊട്ടിയിട്ട് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ മറിഞ്ഞു വീണ് മരിച്ചുപോയി എന്നാണ്. ഇന്നലെ ഇങ്ങനെയൊരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നിട്ടില്ലാത്ത വിധം എന്നൊക്കെ ഖുർആൻ പറയുന്നില്ലേ? അങ്ങനെ ഫസവ്വാഹ, അവരെ നിലംപരിശാക്കി, അവരങ്ങനെ ഒരു കൂട്ടരിവിടെ ജീവിച്ചിട്ടില്ല എന്നുള്ള പോലെ ആക്കി മാറ്റി. എന്നിട്ട് അള്ളാഹു പറയാണ്, വലാ യഖാഫു ഉഖ്ബാഹ, വലാ, ഇല്ല, ഇല്ലതാനും, യഖാഫു, ഖാഫ യഖാഫു, ഭയന്നു, വലാ യഖാഫു, അവൻ ഭയക്കുന്നില്ല. ആര്? അള്ളാഹു ഭയക്കുന്നില്ല. ഉഖ്ബാഹ, ആഖിബത്ത് എന്ന് പറഞ്ഞാൽ അനന്തരഫലം എന്നാണ്. ഒരു കാര്യം ചെയ്താൽ അതിനെ തുടർന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളില്ലേ? ഒരാൾ മറ്റൊരാളെ തല്ലിയാൽ അതിൻ്റെ അനന്തരഫലം എന്താണ്? അയാൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ അവരെ ജനങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തോൽപ്പിച്ച് കളയും അല്ലേ? ഇതൊക്കെയാണ് ഉഖ്ബ, അനന്തരഫലം എന്ന് പറയാം. അല്ലാഹു തആല ഈ വൻ ശക്തിയായ സമൂദ് ഗോത്രത്തെ ഇല്ലാതെയാക്കി. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അള്ളാഹുവിന് അങ്ങനത്തെ ഒരു പേടിയില്ല. കാരണം എന്താണ്? അവരും ഈ ലോകം തന്നെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ. അതുകൊണ്ട് അള്ളാഹു ആരെ പേടിക്കാനാണ്? അപ്പോൾ അള്ളാഹു പറയാണ്, വലാ യഖാഫു ഉഖ്ബാഹ, ഒരു അനന്തരഫലത്തെയും അവൻ ഭയപ്പെടുന്നില്ല എന്നാണ്. ഇന്നും ലോകത്ത് വൻശക്തികളായ ആളുകൾ വല്ലാതെ ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല പല വിധത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ സൂറ അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്, മക്കയിൽ വെച്ചാണ്.
മക്കയിലെ ഖുറൈശികൾ, സത്യനിഷേധികൾ ഇസ്ലാമിനെതിരിലെ പല ഗൂഢാലോചനകളും നടത്തുന്ന പല വിധത്തിലും എതിർത്തുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അറേബ്യയിൽ നിങ്ങൾ കച്ചവട യാത്ര ചെയ്യുന്ന വഴിയോരത്ത് തന്നെയാണ് ഈ സമൂത് ഗോത്രം താമസിച്ചിരുന്നത്. അവർ നശിപ്പിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ അവിടെ എന്താ ഉള്ളത്? ചില അവശിഷ്ടങ്ങളാണ്, അവരുടെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ. അതിനാൽ ഈ പ്രവാചകനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്ന താക്കീത് കൂടി അള്ളാഹു ഈ സൂറയിലൂടെ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. സൂറത്തു ശംസ് വളരെ ശ്രദ്ധേയമായൊരു സൂറയാണ്. ആദ്യത്തെ 10 ആയത്തുകൾ കവിത പോലെ സുന്ദരമായ ആയത്തുകളിലൂടെ നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു. സ്വന്തത്തെ ഒരാൾ മലിനപ്പെടുത്തിയാൽ, ഒരാൾ ധിക്കാരിയായി മാറിയാൽ സമൂത് ഗോത്രം നശിപ്പിക്കപ്പെട്ട പോലെ ഈ ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു തആല ഒരുപക്ഷെ നശിപ്പിച്ച് കളയും. നാളെ പരലോകത്തോ ഗുരുതരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന താക്കീതും സൂറത്ത് ശംസ് നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, അങ്ങനെ ജീവിതത്തെ കൂടുതൽ ശുദ്ധീകരിക്കുവാൻ, അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുവാൻ, നല്ല ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.